മലപ്പുറം അരീക്കോട് ഊർങ്ങാട്ടിരിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ കരകയറ്റി മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് കാട്ടാന കിണറ്റിൽ നിന്ന് പുറത്തേക്ക് കയറിയത്. തുടർന്ന് ആന തോട്ടത്തിലേക്ക് കയറിപ്പോയി. പ്രദേശവാസികൾ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ രാവിലെ 9 മണിക്ക് ചർച്ച നടത്താനും ധാരണയായിട്ടുണ്ട്. അതിർത്തിയിൽ നിലയുറപ്പിച്ച കാട്ടാനക്കൂട്ടത്തെ വനത്തിനകത്തേക്ക് തുരത്താൻ ഇന്ന് കുങ്കിയാനകളെ എത്തിക്കും. 20 മണിക്കൂറോളം കിണറ്റിൽ കുടുങ്ങിയ ശേഷമാണ് കാട്ടാന കരയ്ക്ക് കയറിയത്. കിണർ പൊളിച്ച് കരകയറ്റി വനത്തിലേക്ക് വിടാനുള്ള ദൗത്യമാണ് വിജയിച്ചത്. കാട്ടാനകപ്പെട്ട കിണറിന്റെ ഉടമയ്ക്ക് 1.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനാണ് തീരുമാനം. കിണറ്റിൽ വീണ കാട്ടാനയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് DFO പറഞ്ഞു. വനം വകുപ്പ് ഉദ്ദേശിച്ച സ്ഥലത്തുകൂടെയാണ് ആന പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. 18 മണിക്കൂർ നീണ്ട അനിശ്ചിതത്വത്തിന് പ്രതിഷേധങ്ങൾക്കുമാണ് തീരുമാനമുണ്ടായത്. തുടർന്ന് കിണറിന്റെ ഒരു ഭാഗം JCB ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി. ഇതിലൂടെ പലവട്ടം ആന കയറാൻ ശ്രമിച്ചെങ്കിലും പിൻകാലുകൾ കിണറ്റിൽ നിന്ന് ഉയർത്താനാകാതെ കാട്ടാന കിണറിൽ തുടർന്നു. ഇതിനിടയിൽ ആനയ്ക്ക് കഴിക്കാൻ പനംപട്ട ഉൾപ്പെടെ നൽകിയിരുന്നു. പലതവണ ആന വനം വകുപ്പ് ഒരുക്കിയ വഴിയിലൂടെ കയറാൻ ശ്രമിച്ചെങ്കിലും കിണറ്റിൽ വീണു. പിന്നീട് രാത്രി 10ഓടെ നടത്തിയ ശ്രമത്തിൽ ആന കിണറ്റിൽ നിന്ന് പുറത്തേക്ക് കയറുകയായിരുന്നു. അക്രമങ്ങളൊന്നും കാണിക്കാതെ തന്നെ ആന സ്ഥലത്തു നിന്ന് പോയി. റബ്ബർ തോട്ടത്തിലേക്കാണ് ആന പോയത്. കാഴ്ചയിൽ ആനയ്ക്ക് കാര്യമായ പരിക്ക് പ്രകടമല്ലെങ്കിലും ക്ഷീണിതനാണെന്ന് വനം വകുപ്പ് അധികൃതർ പറയുന്നു. കിണറിന്റെ ഒരു ഭാഗം പൊളിച്ചതിനാൽ പുതിയൊരു കിണർ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് 1.5 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി സ്ഥലത്തിന്റെ ഉടമസ്ഥൻ സണ്ണിക്ക് നൽകുന്നത്. പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കുന്നതുവരെ വനംവകുപ്പ് അധികൃതർ സ്ഥലത്തുണ്ടാകുമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ട്. വനത്തിലേക്ക് കയറ്റിവിടുന്ന ആന സ്വാഭാവികമായും വനാതിർത്തികളിലായിരിക്കും ഉണ്ടാകുക. ഇവയെ അതിർത്തിയിൽ നിന്ന് ഉൾവനത്തിലേക്ക് തുരത്താനും കുക്കിയാനകളെ എത്തിക്കാനും അതിർത്തിയിൽ ഫെൻസിംഗ് ശക്തമാക്കാനുമാണ് തീരുമാനം. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.